പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് 2014 ഫെബ്രുവരി 3 മുതൽ പ്ലാച്ചിമട സമരപ്പന്തലിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിരുന്നു. സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ഫെബ്രുവരി 21 പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകരെ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് മുഖ്യമന്ത്രി വിളിച്ചുവരുത്തി ചർച്ച നടത്തി. ബിൽ 2 ആഴ്ചയ്ക്കകം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചുകൊടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ 1 മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് UDF-നെതിരെ പ്രചാരണത്തിനിറങ്ങാൻ തീരുമാനിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി UDF-നെതിരെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് സമരസമിതിയും ഐക്യദാർഢ്യസമിതിയും സംയുക്ത യോഗം തീരുമാനിച്ചിട്ടുണ്ട്. UDF-നെതിരെ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യം സമരക്കാർ പറയുന്നില്ല. പ്ലാച്ചിമടക്കാർ UDF-നെതിരെ പ്രചാരണത്തിനിറങ്ങും. വോട്ട് ചെയ്യുന്നത് മനസാക്ഷിക്കനുസരിച്ചായിരിക്കും. വാഹന പ്രചാരണം, നോട്ടീസ് വിതരണം തുടങ്ങി UDF-നെതിരെ പ്രചാരണം തുടങ്ങാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ശേഷം സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. മീഡിയ 1 പാലക്കാട്.